സ്പോട്ട് ലൈവ് തുടരുന്നു. തിരുവനന്തപുരം വർക്കലയിൽ വിദേശ വനിതയെ ഇടിച്ച ശേഷം നിർത്താതെ പോയ വാഹനത്തിനായി പോലീസ് അന്വേഷണം തുടങ്ങി. ഫ്രാൻസ് സ്വദേശി 63-കാരിയായ ക്രിസ്റ്റീൻ എമിലിക്കാണ് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റത്. വർക്കല താലൂക്ക് ആശുപത്രിക്ക് സമീപമായിരുന്നു അപകടം. പരിക്കേറ്റ സ്ത്രീ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടമുണ്ടാക്കിയ വാഹനത്തിന്റെ CCTV ദൃശ്യം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി എസ് അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഒരു വിദേശ വനിതയാണ് വാഹനം ഇടിച്ച ശേഷം വർക്കലയിൽ വെച്ച് വാഹനം ഇടിച്ച ശേഷം നിർത്താതെ പോയത്. വാഹനത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ വാഹനത്തിൻ്റെ നമ്പർ വ്യക്തമാണോ? വാഹനത്തെക്കുറിച്ച് കൃത്യമായ സൂചനയുണ്ടോ? കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ അമിത വേഗതയിലെത്തിയ വാഹനം ഇടിച്ച് ഈ വിദേശ വനിതയ്ക്ക് പരിക്കേറ്റത്. ഈ വർക്കല താലൂക്ക് ആശുപത്രിക്ക് സമീപം വെച്ചായിരുന്നു ഈ അപകടം ഉണ്ടായത്. പ്രദേശത്തുണ്ടായിരുന്ന നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ആ സമയം ഇടിച്ച വാഹനം ഏതാണെന്ന് കണ്ടെത്താനോ മറ്റും നാട്ടുകാർക്കോ അല്ലെങ്കിൽ പോലീസിനോ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ തുടർന്ന് CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുകയും അത് വെച്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ വാഹനം ഒരു ഇരുചക്ര വാഹനമാണ് അപകടത്തിനിടയാക്കിയതെന്ന് മാത്രമാണ് നിലവിൽ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അമിത വേഗതയായിരുന്നു പറയുന്നു. അതുകൊണ്ട് തന്നെ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ കൃത്യമായി കാണാവുന്ന തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല. എന്തായാലും ആ മേഖലയിലാകെയുള്ള CCTV ദൃശ്യങ്ങൾ കൂടുതൽ ശേഖരിച്ച് അന്വേഷണം നടത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഈ വനിത ഇപ്പോഴും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. തീർച്ചയായും ഈ അപകടം നടക്കുന്ന സമയത്ത് ഈ വിദേശ വനിത തനിച്ചായിരുന്നോ? അതാ മറ്റാരെങ്കിലും ഇവർക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? വാഹനത്തെക്കുറിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? ഇതെങ്ങനെയാണ് അപകടം പറ്റിയത്? ഈ വാഹനത്തിൻ്റെ അമിത വേഗതയോ ഡ്രൈവറുടെ അശ്രദ്ധയോ ആണോ? ക്രിസ്റ്റീൻ എമിലി എന്ന വിദേശ വനിത പാപനാശം ബീച്ചിലായിരുന്നു തങ്ങിയിരുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവർ പാപനാശത്തെത്തിയത്. ഈ പാപനാശം ബീച്ചിൽ നിന്നും വർക്കല ടൗണിലേക്ക് വരുന്ന വഴിയിലാണ് വർക്കല താലൂക്ക് ആശുപത്രി. വർക്കല താലൂക്ക് ആശുപത്രിക്ക് സമീപം വെച്ചായിരുന്നു ഈ അപകടം. ഈ സമയം നല്ല വാഹന തിരക്ക് ഈ ഭാഗത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ശബ്ദം കേട്ട് ആൾക്കാർ നോക്കുമ്പോഴേക്കും, പ്രദേശം ഉണ്ടാകുന്നവർ നോക്കുമ്പോഴേക്കും ഇടിച്ചിട്ട വാഹനം ഏതാണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലായിരുന്നു. ഇവരോടൊപ്പം വേറെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ നാട്ടുകാരാണ് ഇവരെ വർക്കലയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ എത്തിച്ചത്. എന്തായാലും ഈ വാഹനം ഒരു ഇരുചക്ര വാഹനമായിരുന്നുവെന്നും ഇത് അമിത വേഗതയിലാണ് ഈ വാഹനം സഞ്ചരിച്ചതെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഈ വാഹനം ആരുടെ ഉടമസ്ഥയിലുള്ളതാണെന്നുള്ള വിവരം പോലും പോലീസിന് ഇനിയും ലഭ്യമായിട്ടില്ല. എന്തായാലും ഉടൻ തന്നെ ഇത് കണ്ടെത്തുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ സ്ത്രീയുടെ, വിദേശ വനിതയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? കാരണം ഗുരുതരമായി പരിക്കേറ്റിരുന്നു. വലിയ അമിത വേഗത്തിലെത്തിയ വാഹനമാണ് ഇടിച്ചത്. സ്വാഭാവികമായും ആ ഇടിയുടെ ആഘാതത്തിൽ വലിയ രീതിയിലുള്ള ക്ഷതം അവർക്കുണ്ടായി കാണും. ഇവിടെയാണ് പരിക്കേറ്റതെന്ന് വ്യക്തമായിട്ടുണ്ടോ? എന്താണ് അവരുടെ ആരോഗ്യനില ഇപ്പോൾ? പരിക്കേറ്റ ഉടൻ തന്നെ ഇവരെ വർക്കല സ്വകാര്യ മിഷൻ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. അവിടെ നിന്ന് പരിക്ക് ഗുരുതരമാണെന്നും ഇവർക്ക് തലയ്ക്ക് ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. പരിക്ക് ഗുരുതരമാണെന്ന് കണ്ടതുകൂടി മാത്രമല്ല, വിദേശ വനിത ആയതോടുകൂടി ഇവർ ആശുപത്രി ജീവനക്കാർ ഇവരെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് റഫർ ചെയ്തത്. എന്നാൽ ഇവരാണ് സ്വകാര്യ ആശുപത്രി, തിരുവനന്തപുരത്ത് തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും അപകടനില തരണം ചെയ്തു എന്നാണ് ഈ ആശുപത്രി വൃത്തങ്ങൾ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുള്ളതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. വ്യക്തമാണ്. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. വർക്കലയിൽ വെച്ച് കഴിഞ്ഞ ദിവസമാണ് വിദേശ വനിതയെ വാഹനം ഇടിച്ച് തെറിപ്പിച്ചത്. അതിനുശേഷം നിർത്താതെ പോയ വാഹനത്തിന് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.